ഇന്ന് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ ജയിച്ച ടീമിനെ തങ്കുവിന്റെ ടീമിനെ കാണാനായിട്ട് കിട്ടുന്നേട്ടാ. ഇവിടെ ഇപ്പൊ തമാശയൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചിരിച്ചേ? അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിലേക്ക് ജനിക്കാൻ പറ്റൂല. ഇവിടെ വല്ല തമാശയുണ്ടാ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അലച്ചോണ്ടിരിക്കുന്ന കഷ്ടം തന്നെ നിങ്ങളെയൊക്കെ കാര്യം. കുട്ടുണ്ണിച്ചേട്ടാ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, കഴിഞ്ഞ വർഷം എന്നെ കൊണ്ട് പാടിപ്പിച്ചില്ല. അണ്ണാക്കിൽ ഞാൻ പഴം കുത്തി കയറ്റി അവിടെ പോയിടാ. ഇവിടെ സംഭവം വെച്ചാൽ ഞങ്ങൾ ഗെയിം കളിച്ചപ്പോ ഈ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തി എന്നെ ചീത്ത വാക്കുകൾ കൊണ്ട് അപമാനിച്ചു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണം നമുക്ക്. ഇല്ല നിന്നെ കണ്ട ആർക്കായാലും ഒന്ന് തെറി വിളിക്കാൻ തോന്നും. ഞങ്ങള് വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ച് ഞങ്ങളാണ് ജയിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് കട്ടിയായിട്ടുള്ള സമ്മാനം തന്നെ തരണം. കട്ടിക്ക് തരാം. നീ താഴെ നിന്ന് മാറിയിരിക്കൂ. മൂത്രം ഒഴിക്കണം. ഈ മിണ്ടാതിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? അടിയിൽ തീയിട്ടു അപ്പൊ വയ്യോന്നെങ്കിലും വിളിക്കും. കിട്ടുന്നേട്ടാ നമ്മുടെ ബിനീഷിനെ നമുക്ക് എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും? ബിനീഷ് ബാസിനെ ശരിയാക്കി എടുക്കാൻ ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും അതിനുള്ള കഴിവില്ല മോനെ. അനുഭവിക്കുക അത് തന്നെ. ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു. അപ്പൊ ഇന്നത്തെ ഉപദേശത്തിന് നന്ദി. സമ്മാനം എടുത്തോ. ഉല്ലാസേട്ടന്റെ ടീമാ. വരൂ എടുത്തോ. എന്റെ പിറത്ത് തുടരുതേ. ഇല്ല പതുക്കെ കൈയിട്ടെടുത്തോ. രോമാഞ്ചം ഇല്ല ഞാനും കൂടെ ഇവിടെ നിന്ന് പുഴുക്കാം നിങ്ങളെ പോലെ. പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ കയ്യില് കിടക്കുന്ന സ്വർണം തന്നെയാണോ? അല്ലടി മുക്ക് നിന്നെ പോലെ. അധികം നേരം നിക്കണ്ട, അതും കൂടെ അടിച്ചു മാറ്റും. ഇനി വരുമ്പോഴേ അനുകുട്ടിക്ക് ഒരു സംബന്ധം കൂടെ കൊണ്ടുവരണേ. ആരെ കവുക്ക? എന്നിട്ട് വേണം അവന്റെ വായിരിക്കുന്നേ കൂടെ ഞാൻ കേൾക്കാൻ. കിട്ടുന്നേട്ടാ ചുണ്ടിൽ ലിപ്സ്റ്റിക് കെട്ടിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം. കൊള്ളാം കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അനു എന്തോ നീ മേക്കപ്പിന് എടുക്കുന്നതിന്റെ പകുതി എഫർട്ട് ഈ ഫ്ലോറിൽ എടുത്തിരുന്നെങ്കിൽ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നെ. ഞാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്നേട്ടാ, പക്ഷെ കിട്ടുന്നില്ല. കിട്ടുണ്ണി എന്താണ് ഈ സിക്സ് പാക്കിന്റെ രഹസ്യം? മേനക ചേച്ചി, ഞാനും മേനക ചേച്ചിയെ പോലെ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതാണ് എന്റെ സിക്സ് പാക്കിന്റെ രഹസ്യം. കിട്ടുണ്ണി ചേട്ടാ, ഈ അനുമോള് ചോദിക്കണേ കിട്ടുണ്ണി ആണാണോ പെണ്ണാണോ ഒന്ന്? അവളുടെ അടുത്ത് വരാൻ പറ, ഞാൻ കാണിച്ചു തരാൻ പറ. ചേട്ടാ നമ്മൾ ഉല്ലാസ് പന്തളത്തിന്റെ വയറെങ്ങനെ കുറക്കാൻ പറ്റും? അതിപ്പോ കുറച്ചിട്ടിപ്പോ നിനക്കെന്തൊരു വേണം? ഒന്ന് കാണാനും സുഖം. ആദ്യം വയറ്റിലോട്ട് പോവാൻ വല്ല ഉണ്ടാക്കാൻ നോക്കടാ, വയറ് കുറയ്ക്കാൻ നടക്കണം. കിട്ടുന്നേട്ടാ ഇനി വരുമ്പോഴേ എന്നെ കൂടെ തിരിച്ചു കൊണ്ടുപോവോ ഇവിടുന്ന്? എവിടാ? തിരിച്ചു പോകുമ്പോ. എന്നിട്ട് വേണം നിങ്ങൾ കടന്ന് മരിക്കാൻ. അതെ ആ ദേവലോകം നശിപ്പിക്കും. അത് തന്നെ, അവിടെയെങ്കിലും സമാധാനമായി. എന്നാലും ചേച്ചിയെ ഞാൻ സമ്മതിച്ചു കേട്ടാ. അതെ, വീണ്ടും ഇവര് വിളിച്ചപ്പോ വന്നല്ല. അയ്യോ ആ കിട്ടുണ്ണിയെ കാണാൻ തന്നെയാ വന്നത് കേട്ടോ. ഇവരുടെ എങ്ങനെ സഹിച്ചിരിക്കുന്നു ചേച്ചി? അത് തന്നെ എനിക്കും അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇത് എങ്ങനെ സഹിക്കുന്നു എന്നുള്ളത്. ചേച്ചി നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്കിലും തങ്കച്ചനൊരു സംബന്ധം ആലോചിക്കണം കേട്ടാ. കേരളത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പിടിക്കണം. ഇനി പുതിയ ഒരു സ്റ്റേറ്റ് കണ്ടുപിടിക്കണം അവന് വേണ്ടി. അവനെ ഇങ്ങനെ നിർത്തിയാ പറ്റൂല. അപ്പൊ ഞാൻ പോണേ. നിന്റെയൊക്കെ അടുത്ത് വന്നിട്ട് എനിക്ക് ലെവലും കിട്ടുന്നില്ലല്ലോ. ഹലോ സൈറ്റ് പിടിച്ചു പോവാ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ജയിച്ച ടീം. എനിക്ക് തോന്നുന്നു വിഷു കഴിഞ്ഞിടം പോലെ സ്വർണ്ണക്കോയിന്. എന്താ ഇവിടെയൊക്കെ നോക്കുന്ന ചേച്ചി? നോക്കാൻ പാടില്ലേ ചേച്ചി? നിങ്ങൾ സമ്മാനം മേടിക്കുമ്പോ ഞങ്ങൾ ആ ഏരിയ പഞ്ചാര മിഠായി. എന്തൊരു പഞ്ചാര മിഠായി? ഷുഗർ ഒന്ന് കഴിക്കല്ലേ? ഷുഗറല്ലേ? അല്ല ഷുഗറായിട്ടും കഴിക്കാൻ പറ്റില്ല.